തീരദേശങ്ങളിലുള്ള ഒരുതരം വൈൽഡ് നോനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് അത്തരത്തിലുള്ളതല്ല. അതിനാണ് നമുക്ക് ഇങ്ങനെയുള്ള ഔഷധ ഗുണവും ഉള്ളത്. ഞാൻ ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്ത് തനിവിളയായിട്ടും ഇടവിളയായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, കഫക്കെട്ട്, അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഫ്രൂട്ടിന് മാർക്കറ്റിൽ ചില സമയങ്ങളിൽ എല്ലാവർക്കും നമസ്കാരം. ഇതിന് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നോനി ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നത്. നമുക്ക് ആ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കണം. അപ്പോൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. എൻ്റെ പേര് ബിജു. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ പാലക്കാട് പഞ്ചായത്തിലാണ്. ഞങ്ങളുടെ കൃഷി സ്വന്തമായിട്ടുള്ള ഒരു 2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയല്ല, ഞങ്ങളൊരു ഗ്രൂപ്പ് ഫാമിംഗ് ആണ്. എന്നെ ഒരു ഡോക്ടർ ആണ് ഇത് പരിചയപ്പെടുത്തി. ഇങ്ങനൊരു ഉൽപ്പന്നമുണ്ട്, ഈ ചിക്കൻ ഗുനിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുള്ള. അപ്പോൾ അന്നേരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, വേദന നീർക്കെട്ടിനൊക്കെ നല്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അയാൾ പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ ഈ പുരയിടത്തിൽ നേരത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന് ഇത്രത്തോളം ഗുണമുണ്ടെന്ന് നമുക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇടവിളയായിട്ട് ആദ്യം തുടങ്ങി. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഈൽഡിങ് ആയി. ഞാനത് പ്രോസസ്സ് ചെയ്യണതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ പല മേഖലകളിൽ പോയി അങ്ങനെ അന്വേഷിച്ച് ഒരു പ്രോസസ്സിംഗ് മെത്തേഡ് കിട്ടി. ശരിക്കും മാർക്കറ്റ് എന്നുള്ളത് വലിയൊരു ബാലികാറാമല്ല. മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഉണ്ടാകുകയത്. നമ്മളതിന് മാർക്കറ്റിന് വേണ്ടി അങ്ങ് തുടങ്ങിയതല്ലല്ലോ. അപ്പോൾ ഇത് മാർക്കറ്റ്, അപ്പോൾ സർക്കാർ ഫാമുകളുടെ ഈ പ്രോഡക്റ്റുകൾ, നമ്മൾ ഈ എക്സിബിഷനുകളുണ്ട്. അപ്പോൾ കൃഷിഭവൻ തന്നെ ഇത് നല്ലൊരു രീതിയിൽ ഏറ്റെടുത്തു. അങ്ങനെ സർക്കാരിൻ്റെ ഒരു ലോഗോ തന്നെ അവർ ഇതിനു വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്തു തന്നു. ഗന്ധം കൊണ്ടും രുചി കൊണ്ടും മനുഷ്യനെ അകറ്റി നിർത്തുന്ന പഴം, പക്ഷേ ഔഷധ ഗുണങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരം പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പഴം, അതാണ് സാക്ഷാൽ നോനിപ്പഴങ്ങൾ. കടുത്ത ദാരിദ്ര്യം നേരിട്ടിരുന്ന പല ദ്വീപസമൂഹങ്ങളിലും ഈ പഴങ്ങൾ ഒരു ഭക്ഷ്യവസ്തുവായിരുന്നു. വിശപ്പിന്റെ ബലമെന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഇവയുടെ ഔഷധ ഗുണങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം വളരെ താമസിച്ചാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി അമേരിക്കൻ ഐക്യനാടുകളിൽ പൊടി രൂപത്തിലും ഗുളിക രൂപത്തിലും ജ്യൂസുകളായുമൊക്കെ നോനിപ്പഴങ്ങൾ വിപണിയിലേക്കെത്തി. ഇന്ന് നോനിപ്പഴങ്ങളെക്കുറിച്ച് ഇന്റർനെറ്റിൽ പരതിയാൽ സർവ്വരോഗ സംഹാരി എന്നൊരു തലക്കെട്ട് കാണാം. അത്രയേറെയുണ്ട് ഇവയുടെ ഗുണങ്ങൾ. വാതപിത്ത കഫസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഉത്തമ പ്രതിവിധിയാണ് നോനിപ്പഴങ്ങൾ. വേദന സംഹാരിയായും കോശനശീകരണത്തെ തടയുന്നതിനുള്ള ഉപാധിയായും ഒക്കെ ഇവ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. ബാക്ടീരിയ, വൈറസ്, കുമിൾ, ക്യാൻസർ, പ്രമേഹം, അലർജി, ശ്വാസകോശ രോഗങ്ങൾ, കൊളസ്ട്രോൾ, തൈറോയിഡ് രോഗങ്ങൾ, സ്ത്രീകളുടെ ആർത്തവ രോഗങ്ങൾ, വന്ധ്യത എന്നിവയൊക്കെ തടയുവാൻ നോനിപ്പഴങ്ങൾക്ക് സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇറിഡോയിഡുകൾ, ബീറ്റ കരോട്ടിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ബയോട്ടിൻ, ഫോളേറ്റ്, അങ്ങനെ നിരവധി അവശ്യ പോഷകങ്ങൾ ഈ പഴങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. വിഷാദരോഗം, ഉത്കണ്ഠ എന്നീ മാനസിക വിഷയങ്ങൾക്കും ഒരൗഷധമായി നോനിപ്പഴങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഒപ്പം ഇവയ്ക്ക് പുകവലി മൂലമുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളുടെ അളവ് കുറയ്ക്കാൻ സാധിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അഗ്നിപർവ്വത ലാവ ഒഴുകിപ്പരന്ന ഭൂപ്രദേശങ്ങളിൽ പോലും വളർത്താൻ കഴിയുന്ന ഒരേ ഒരു ഫലവൃക്ഷമാണ് ഇവ. അതിനാൽ ഹവായ് ദ്വീപസമൂഹങ്ങളിൽ ഈ പഴങ്ങൾ ദേവത നൽകിയ സമ്മാനമായും കരുതുന്നവരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ടോ ഈ നോനി ഫ്രൂട്ട്? ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നില്ല, പക്ഷേ കേരളത്തിൽ ഇതുണ്ട്. കേരളത്തിലുള്ളത് തീരദേശങ്ങളിലാണ്. തീരദേശങ്ങളിലുള്ള ഒരുതരം വൈൽഡ് നോനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് അത്തരത്തിലുള്ളതല്ല. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരു ചെടിയാണിത്. അതിനാണ് നമുക്ക് ഇങ്ങനെയുള്ള ഔഷധ ഗുണവും ഉള്ളത്. ഇതിന് ഒരുപിടി ഔഷധ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്ത് തനിവിളയായിട്ടും ഇടവിളയായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. 200-250ഓളം ചെടികളുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട് സീസൺ എങ്ങനെയാണ്? ഫ്രൂട്ട് സീസൺ മിക്കവാറും സമയങ്ങളിലുണ്ട്. ഒരു വർഷത്തിലൊരു 3-4 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ വിളവെടുക്കാവുന്ന രീതിയിലാണ്. നമ്മൾ ഈ വിളവെടുത്ത പഴങ്ങൾ എങ്ങനെയാണ് സംസ്കരിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കി വിൽക്കുമല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്നത് ഇതൊരു 2-3 പ്രോസസ്സിങ് മെത്തേഡിൽ കൂടിയാണ്, കടത്തി വിട്ടാണ്, ഒരു സമയമെടുത്താണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ബോട്ടിൽ ചെയ്യുന്നത്. നമ്മൾ ഈ 1.5 ഏക്കർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ തന്നെ പ്രോഡക്റ്റ് ആക്കി മാറ്റുവാണോ? അതെ, പ്രോഡക്റ്റായിട്ട് മാറ്റിയായിരുന്നു. ഇതിൻ്റെ തൈകൾ നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത്? തൈകൾ ഞാൻ ആദ്യമേ എനിക്കിവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു ചെടി, അതിൽ നിന്ന് ഞാൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള തൈകൾ വീണ്ടും ഞാൻ നമ്മുടെ ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ വിത്തുകൾ മുളച്ചു വരില്ല. ഒരു 3-4 മാസം എടുക്കും ഇത് മുളച്ചു വരാൻ.
അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വിത്ത് നല്ലൊരു ശതമാനവും മുളച്ച് വരും. ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? കൃഷി രീതി നമുക്ക് തനിവിളയായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എന്ന് വെച്ചാൽ നല്ല വെയിലേറ് കിട്ടുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എല്ലായിടത്തും തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഈൽഡിങ്ങിൽ കുറച്ച് കുറവ് വരും, അത്രേ ഉള്ളൂ. ഇതൊരു ഫ്രൂട്ടായിട്ട് മാത്രം കഴിക്കാൻ പറ്റുമോ? ഫ്രൂട്ടായിട്ട് മാത്രം കഴിക്കാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും സ്മെല്ലും നമുക്ക് സാധാരണക്കാർക്ക് അതത്ര രുചികരമായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുകയും അത് തന്നെയല്ല ഇതൊരു ഔഷധ ഗുണമുള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ ആളുകൾക്ക് കഴിക്കാൻ ബോട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ആളുകൾക്ക് കഴിക്കാൻ സൗകര്യപ്രദമാണല്ലോ എന്ന് വിചാരിച്ചാണ് ആ രീതി ചെയ്യുന്നത്. ഒരു 15 അടി അകലത്തിൽ നമുക്ക് ഒരു 1.5 അടി വ്യാസമുള്ള കുഴികളുണ്ടാക്കി അതിനകത്ത് ജൈവവളങ്ങളിട്ട് ഈ തൈകൾ നട്ട് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം, വേനൽക്കാലത്ത് അധികം നനയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നിരുന്നാലും ചെറിയ നനയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു പോരും. നമ്മളിപ്പോൾ ഇത് കൃഷി ചെയ്യുന്ന കർഷകരുടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് നമുക്ക് തന്നെ ഉണ്ട്. അത് തന്നെയല്ല, ഞാൻ 100% ജൈവ കൃഷിയായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങളൊരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ഫാമിംഗ് ആണ്. ഞാൻ തന്നെയല്ല, ഞങ്ങളൊരു 6-7 പേര് കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളൊരു ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള പരിശ്രമം കൂടി ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 100% ഓർഗാനിക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ രാസവളം എല്ലാം ചേർത്തിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിത് പൊഴിഞ്ഞ് വീണിട്ടാണോ എടുക്കുന്നത് അതോ പറിച്ചെടുക്കുവാണോ? പൊഴിഞ്ഞ് വീണതും എടുക്കാം, പൂർണ്ണമായി വിളവെത്തിയതും എടുത്ത് നമ്മൾ പറിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ നോനി ഫ്രൂട്ടിൻ്റെ കൃഷി രീതികൾ പരിചയപ്പെട്ടു, മരം പരിചയപ്പെട്ടു, ഫ്രൂട്ട് പരിചയപ്പെട്ടു. അതിനൊപ്പം തന്നെ ഇവരുണ്ടാക്കുന്ന ഒരു ബൈ പ്രൊഡക്ട്സ് ആണ് ഇത്. ഈ നോനി ഫ്രൂട്ടിൽ നിന്നുള്ള ഒരു സിറപ്പ് അല്ലേ? ശരിക്കും ഈ നോനി ഫ്രൂട്ടിൻ്റെ മെഡിസിനൽ വാല്യൂസിനെ കുറിച്ച് കുറേ എന്നോട് പറഞ്ഞു. എന്തൊക്കെയാണ് ശരിക്കുള്ള ഒരു മെഡിസിനൽ വാല്യൂ എന്നുള്ളത്? ഇതിനകത്ത് ധാരാളം ഉള്ളത് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളുമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അത് കൂടാതെ ഇതൊരു പ്രകൃതിദത്തമായ ശരിക്കും പറഞ്ഞ ഇതൊരു ആൻറ്റിബയോട്ടിക്. മുറിവുണങ്ങാനും നമ്മുടെ ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്നു. അതുപോലെ നമുക്ക് സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, കഫക്കെട്ട്, അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അങ്ങനെ ഒരുപിടി ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് തന്നെ ഒരുപിടി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ല. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കപ്പെടുന്നില്ലേ? ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കപ്പെടുന്നില്ല, നോനി ഫ്രൂട്ട് മാത്രം. ഇതിനകത്ത് ഒരു മറ്റ് പ്രിസർവേറ്റീവ്സോ ഫ്ലേവറുകളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കളർ ഈ ബ്ലാക്ക് തന്നെയാണോ? ഇത് ശരിക്കും ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതിനൊരു കോഫി കളറാണ് ശരിക്കും വരുന്നത്. ആ നാച്ചുറലായിട്ടുള്ള ആ കളർ തന്നെ, നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല. ഇത് പ്രോസസ് ചെയ്ത് വരുമ്പോൾ ഈ കളർ. അപ്പോൾ അതിന് സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ ഇല്ലേ? ഇതിൻ്റെ ആ പഴത്തിനുള്ള സ്മെല്ലും വൃത്തികെട്ട സ്മെല്ലും ടേസ്റ്റും ഇത് നമ്മൾ മാക്സിമം ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇങ്ങനെ കുടിക്കാൻ പാടില്ല. ഇങ്ങനെ കുടിക്കാൻ നമ്മൾ ഇത് ധാരാളം കഴിക്കേണ്ട കാര്യമില്ല. ഇതിനൊരു 10 ml വെച്ച് ഡെയിലി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ ലെമൺ ജ്യൂസ് കഴിക്കുന്ന പോലെ കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും. മധുരമൊക്കെ ഇട്ട് കഴിക്കാവോ? മധുരം ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും, BP കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗികളുടെ കൗണ്ട് താഴെ പോകും നമ്മൾ കീമോതെറാപ്പി ഒക്കെ കഴിയുമ്പോൾ, അതിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് റിക്കവറി. അപ്പോൾ ഈ പനി കൊണ്ടുണ്ടാകുന്ന കൗണ്ട് താഴ്ചയൊക്കെ തീർച്ചയായിട്ടും ബ്ലഡ് കൗണ്ട് താഴെ പോകുന്നതിന് ഒത്തിരി ബെറ്ററാണ്. അതുപോലെ ഈ പോസ്റ്റ് കോവിഡുകാരുടെ ബ്ലഡ് ശുദ്ധി ചെയ്യാനും നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു 2 ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കഫം അവനറിയാതെ ഇളകി അവൻ പോയിരിക്കും. ഈ കൊടിഞ്ഞു പോലുള്ള രോഗങ്ങൾക്ക് കൊടിഞ്ഞ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈനസൈറ്റീസും മൈഗ്രെയിനും രണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റില്ല. അതിന് പറ്റില്ല. 750 രൂപയാണ് ഒരു ബോട്ടിലിന് വില. അതെ. നമ്മളത് ഇതിനകത്ത് വരുമ്പോൾ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ആമസോണിൽ വരുമ്പോൾ 640 രൂപ. ഒരു ഫ്രൂട്ട് എന്താ പറയുക, ഈ ഫ്രൂട്ട് നമ്മൾ അല്ലാതെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്നാ വില കിട്ടും? ഫ്രൂട്ടിന് മാർക്കറ്റിൽ ചില സമയങ്ങളിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നൊക്കെ അന്വേഷണം വരുന്നുണ്ട്. അത് 60 രൂപ 70 രൂപ വരെ വിലയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് റെഗുലറായിട്ട് അങ്ങനെ ഒരു എൻക്വയറി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് അറിവുകൾ നമുക്ക് ഈ എന്താ പറയുക ഈ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇതിൻ്റെ മെഡിസിനൽ വാല്യൂസിനെ കുറിച്ചൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ ഒരു എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ കൃഷി മാർഗ്ഗങ്ങൾ, ഇത് കൃഷി ചെയ്താലുണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവർ സ്വന്തമായ ഒരു മാർക്കറ്റ് കണ്ടെത്തി
ഇത് മറ്റൊരു കർഷകർ ഇത് കൃഷി ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ മാർക്കറ്റ് കണ്ടെത്തണം എന്നില്ല. സ്വന്തമായിട്ട് നമ്മൾ മാർക്കറ്റ് കണ്ടെത്തണം. അതുപോലെ പ്രോസസ് ചെയ്യാനുള്ള മെത്തേഡ് പലരും പല മെത്തേഡാണ് സ്വീകരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ശുദ്ധമായ രീതിയിൽ ഇതിൻ്റെ ഗുണങ്ങൾ അത് തനത് ഗുണം നിലനിർത്തുന്ന രീതിയിൽ പ്രോസസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇതിൻ്റെ ഒരു ബ്രോഷർ മൊത്തം ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഔഷധ മൂല്യങ്ങളും രോഗപ്രതിരോധ ശേഷിയെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ കുട്ടികൾക്കും കൊടുക്കാം അതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ കുട്ടികളൊക്കെ 5 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ 5 ml വീതം കൊടുത്തോണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇസ്മി ജോബി ജമണി സൈനിങ് ഫ്രോം മകരപ്പള്ളി.